നമ്മളിവിടെ വന്ന സമയത്ത് പോലീസുകാരടക്കം എങ്ങോട്ടാ എന്താ ചോദ്യങ്ങൾ. നല്ല സ്നേഹമുള്ള മനുഷ്യന്മാരാട്ടോ ആഗ്രയിൽ. അപ്പോൾ നമ്മൾ ആഗ്ര എത്തി. ആഗ്രയിൽ നിന്ന് നമ്മൾ താജ്മഹലൊക്കെ കണ്ട് ഇന്ന് തന്നെ ഇപ്പോൾ കണ്ടതൊക്കെ. ഓക്കെ, നമ്മൾ ഇന്നിവിടുന്ന് നേരെ ഇറങ്ങുകയാണ്. ഓക്കെ, ഇന്നിവിടുന്ന് നേരെ പോണത് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലോട്ടാണ്. ഡൽഹിയിൽ 2 ദിവസം സ്റ്റേ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ ഡൽഹി പോകും. ഡൽഹി പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ട്, അതുകൊണ്ടാണ് ഡൽഹിയിലേക്ക് ഇറങ്ങുന്നത്. ഇന്നിപ്പോൾ എന്താ ഇറങ്ങണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ ഉള്ളൂ, ഒരു 215 കിലോമീറ്റർ എന്തോ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് അഗൈൻ ഹബീബ് വ്ലോഗ്സ്. ഓൾ ഇന്ത്യ നേപ്പാൾ റോഡ് ട്രിപ്പ് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കുറേ നല്ല മനുഷ്യന്മാരുണ്ട് ഗൈസ്, പോലീസുകാരായിട്ടാണെങ്കിലും നല്ല നല്ല മനുഷ്യന്മാരുണ്ട്. പക്ഷെ അതേപോലെ പറ്റിക്കാനും ആൾക്കാരുണ്ട് കേട്ടോ. അതും ഇതിൻ്റെ ഒപ്പം തന്നെ പറയണമല്ലോ, രണ്ടും നോക്കണം. വണ്ടി ഞാൻ വിചാരിച്ച പോലെയുള്ളൊരു സംഭവമല്ല, ഭയങ്കര വെയിറ്റാണ്. അതുകൊണ്ട് ചില ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അയ്യോ, നമുക്ക് റേറ്റാണ്. ആർമിയാണ്. ആ കേരള ആൾക്കാരുടെ റോഡിലൂടെ വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് വന്നത്. വരും, പോടാ 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 പോടാ. ഭയങ്കര ട്രാഫിക്കാട്ടോ. ഇത് മറ്റേ പറഞ്ഞ പോലെ റൂൾസ് ഒന്നും നോക്കാതെയാണ് ഇവിടുത്തെ ഉള്ള ആൾക്കാർ വണ്ടി ഓടിക്കണത്. അങ്ങനൊരു പ്രശ്നമുണ്ട്. പിന്നെ ഞങ്ങൾ രാവിലെ ഫുഡ് കഴിച്ചതാണ്. ആഗ്ര നമ്മൾ താജ്മഹൽ കാണാൻ പോണതിന് മുന്നേ ഫുഡ് കഴിച്ചാണ്. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഇനി എന്തായാലും കഴിക്കണം. ആദ്യം അത് തീർത്ത് നമ്മൾ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നല്ലൊരു ഹോട്ടൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കഴിക്കാൻ നിർത്തി ഞങ്ങളെന്തായാലും ഫുഡ് കഴിച്ചേ ഇവിടുന്ന് നീങ്ങുള്ളൂ. പിള്ളേരൊക്കെ വന്ന് നിൽക്കുകയാണ് ഗൈസ് വണ്ടി കണ്ടിട്ട്. ആജാന് പോയി ഒരു വണ്ടി ഉണ്ടല്ലോ എൻ്റെ അത്. നമ്മളിവിടെ നമ്മുടെ കൂടെ ഒരുത്തുണ്ട്, അവൻ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ അവനെ കത്തിട്ടപ്പോൾ നിൽക്കണത്. അവൻ ലൊക്കേഷൻ അയച്ചു കൊടുത്ത് അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. വന്ന സ്പോട്ടിൽ ഇവിടെ നീങ്ങും. ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നു. അവനെ അടി അയക്കണം കേട്ടോ. ഉണ്ട്, അവനെ പിടിച്ച് തല്ലണം പിടിക്കണമൊക്കെ ഉണ്ട്. താങ്ക് യു ബ്രോ. ഇവിടെ ഒരു ഹെൽമെറ്റ് ഇട്ടിട്ട് ഒരുത്താൻ നിൽക്കുന്നുണ്ട്. എൻ്റെ അമ്മേ, അവനായിട്ടാണ് പ്രശ്നം. ഇതൊക്കെ സർവ്വസാധാരണമാണ് വിഷയം. പോണ വഴിക്ക് എന്താ അതിലേക്കൊന്ന് നോക്കാതിരുന്നാൽ മതി. നമ്മുടെ കാര്യം നോക്കാൻ ഉണ്ടാകാതെ പോവുക. ആഗ്ര ഡൽഹി ഹൈവേയിലാണ്, എക്സ്പ്രസ് ഹൈവേയിൽ നോക്കുമ്പോൾ വണ്ടിയിൽ എണ്ണ കുറവാണ്. 10 കിലോമീറ്റർ കൊണ്ട് ഓടാനുള്ളേ ഉള്ളൂ. നമ്മൾ ഇതിൽ കൂടുതൽ ഓടിക്കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പ് പോകും. അതുകൊണ്ട് ഞാൻ വണ്ടി അവിടെ നിർത്തി. അതിനൊരു പോലീസ് വണ്ടി വന്നു. അവർ നമുക്കൊരു ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെന്താ ഹൈവേയിൽ ഇത് അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നയുടെ കാര്യത്തിൽ ഞാൻ വിചാരിച്ചത് എണ്ണ കിട്ടും, അതായത് ഹൈവേ കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് നേരെ തിരിഞ്ഞു പോയി. ഇങ്ങനെ പണിയിട്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇവിടുന്ന് 60 കിലോമീറ്റർ 70 കിലോമീറ്റർ പോയാലേ പമ്പുള്ളൂ. കുടുങ്ങിയില്ലേ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രിപ്പിൻ്റെ ഇടയിലൊരു പണി വരിക. ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ പമ്പിൻ്റെ ഈ ഇഷ്യൂ വരുന്നുള്ളത്. ഓക്കെ, എന്തായാലും സാർമാർ വിളിച്ചിട്ട് പമ്പിലേക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അവർ 10 ലിറ്റർ എണ്ണ ഇവിടെ എത്തിച്ചേരാനുള്ള വകുപ്പ് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ എന്താ ലെവൽ എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പറയാം.
10 ലിറ്റർ എണ്ണ വന്നു. നമ്മൾ ഒഴിച്ച് നോക്കുമ്പോൾ 3/4 ടാങ്ക് ആയിട്ടുണ്ട്. അതൊന്നും പോരാ, ഓക്കെ പോവാം. അങ്ങനെ നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. ഇവിടെ 9 മണിക്ക് എത്തേണ്ട നമ്മളാണ്. ഇപ്പോൾ സമയം കാണിക്കുന്നത് 11 മണിക്ക് അവിടെ എത്തുള്ളൂ എന്നാണ്. 3 മണിക്കൂർ റണ്ണിങ്. എന്താണെന്നുണ്ടെങ്കിലും ഗൈസ് ടൈം ആയിട്ടാലും പോവാലോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. സമാധാനമായിട്ട് പോവാം. ഡൽഹിയിലേക്ക് ഇവിടുന്ന് കിലോമീറ്റർ പറഞ്ഞാൽ 176 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഓക്കെ, 176 കിലോമീറ്റർ. നോക്കുമ്പോൾ ഉണ്ടായ പ്രശ്നം നമുക്ക്, ഞാൻ ഹൈവേയിൽ കയറിയതിന് ശേഷം എണ്ണ ഫുൾ ടാങ്ക് അടിക്കാമെന്ന് പറഞ്ഞിട്ട് നിന്നതാണ്. നല്ല പമ്പൊന്ന് അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ അത് കയ്യിൽ നിന്നാണ്ട് പോയി. ഞാൻ കയറിയതിന് ശേഷം നോക്കണത് പമ്പൊന്നും ഈ ഒരു ഏരിയയിലില്ല. അങ്ങനെ ഞാൻ കുറച്ച് നീങ്ങി, ഒരു 10-20-30 കിലോമീറ്റർ ഇങ്ങനെ നീങ്ങി. ശരിക്കും മനസ്സിലായി ഇനി ഓടിക്കഴിഞ്ഞാൽ വണ്ടി ഓഫായി നിൽക്കും. അതായത് 10 കിലോമീറ്റർ കൂടി ഓടാനുള്ള എണ്ണ ഉണ്ടാവുള്ളൂ. എനിക്കിവിടെ റിസർവിൽ നോക്കി അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഞാൻ മെല്ലെ എന്ത് കാട്ടി, വണ്ടി മെല്ലെ ഒതുക്കി ഞാനിവരെ ടോൾ ഫ്രീ നമ്പറിലോട്ട് വിളിച്ചു. നോക്കുമ്പോൾ അവരെന്തൊക്കെയോ പറയുന്നുണ്ട്. അത് ഇത് മറ്റേത് മറിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പോലീസ് വണ്ടി വന്നത്. എന്ത് പറ്റിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇങ്ങനെ എണ്ണ പ്രശ്നമാണ്, എണ്ണ ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ടോ, തീർന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ 10 കിലോമീറ്റർ ഓടുന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ അവർ പറഞ്ഞു എണ്ണ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം, ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ നോക്കിയിട്ട് പറയുമ്പോഴാണ് എത്ര കിലോമീറ്റർ ഉണ്ട് പറയണത്, 150 കിലോമീറ്ററിൻ്റെ അപ്പുറം. ഓക്കെ, അതായത് ഈ റോഡ് എവിടെ തീരുന്നത് അവിടെയാണ് നമുക്കിനി പമ്പുള്ളൂ. ഓക്കെ, 140 കിലോമീറ്റർ, സോറി 140 കിലോമീറ്റർ ശേഷം മാത്രമേ ഉള്ളൂ പമ്പ്. അപ്പോൾ പിന്നെ നമ്മൾ ആ കുടുങ്ങിയ പോലെ. അങ്ങനെ അവർ വേറൊരു പോലീസുകാരനെ വിളിച്ചു. അതായത് ആ സാറിൻ്റെ മുന്നത്തെ ഡ്രൈവറിനെ, ആൾ പകലും നൈറ്റ് വേറൊരാളുമാണ്. അങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ അവർ ഇവിടെ വന്ന് എണ്ണയുടെ കാര്യം സംസാരിച്ചു. എമൗണ്ട് 1000 റുപ്പീസ് വേണം 10 ലിറ്റർ എണ്ണക്ക്. ഒരു 500 രൂപ അവർക്ക് ഡെലിവറി ചാർജ്. വെറുതെ ഒന്നുമല്ല കേട്ടോ ഗൈസ്, കാശ് കൊടുത്തിട്ടാണ് ചെയ്ത് നിൽക്കുന്നത്. 500 രൂപ നമ്മൾ അവർക്ക് കൊടുത്തു. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഹെൽപ്പ് ചെയ്ത് തന്നതിന്. ഓക്കെ, അതാ പോലീസുകാരനല്ല, ഇവിടുത്തെ ഈ പോലീസുകാരനാണ് ഇടപെട്ടിട്ട് ചെയ്തത്. നമ്മുടെ ഉള്ള ആവശ്യം അപ്പോൾ നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. 500 ആണെങ്കിലും 1000 ആണെങ്കിലും നമുക്ക് ഇവിടുന്ന് നീങ്ങിയല്ലേ പറ്റുള്ളൂ. അപ്പം ഞാനിപ്പോൾ ആ ഒരു വണ്ടിനെ പറഞ്ഞു വിട്ടിട്ട് എണ്ണ വാങ്ങിക്കുകയാണെങ്കിലും ഒരു 500 റുപ്യ ഞാനിപ്പോൾ ചിലവാക്കണം. 500 അല്ല, 400. ഓക്കെ, 500 അതിൻ്റെ മുകളിൽ എന്തായാലും ഉണ്ട്. അപ്പോൾ അതിൽ നല്ലത് ഇപ്പോൾ അവർ പോയി വാങ്ങുമ്പോൾ നമുക്ക് വലിയ പണികളില്ലല്ലോ, 3 ആൾക്ക് അവിടെ ഇരുന്നാൽ പോരെ. എന്താണേലും എണ്ണ കിട്ടി. നമ്മൾ നേരെ ഇവിടുന്ന് ഡൽഹിയിലോട്ടാണ് പോകുന്നത്. 176 കിലോമീറ്റർ. വൈകിട്ട് അവിടെ എത്ര ടൈം കാണിക്കുന്നത് 11 മണിയാണ്. 11 മണിക്ക് എന്തായാലും എത്തില്ല ഐസ്, അത് ഉറപ്പാണ്. പ്രതീക്ഷിക്കാതെ ഓരോ പണികൾ വരുമ്പോഴാണ് ശരിക്കും നമ്മൾ അന്തം വിടുക. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല, സീരിയസ്ലി ഐസ്. ഇതൊന്നും ഞാൻ പ്രതീക്ഷിക്കാത്ത പണികളാണ്. ഇങ്ങനത്തെയൊക്കെ മേത്തൊക്കെ എടുക്കുമ്പോഴാണ് ശരിക്കും സങ്കടം വരുന്നത്. ഇതിപ്പോൾ ഞാൻ ആഗ്രഹം തന്നെ എണ്ണ അടിച്ചു എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അതിനിപ്പോൾ നോക്കിയിട്ട് കാര്യമല്ല, വരാനുള്ളതൊരിക്കലും വഴി തങ്ങില്ല എന്നല്ലേ പറയാം. എന്താണെങ്കിലും നമ്മളിഞ്ഞ് ഇങ്ങനെ ഹൈവേയിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡൽഹി എത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ് ഗോപ്രോ ഓൺ ആക്കുള്ളൂ. നൈറ്റ് വിഷ്വലിൽ നിങ്ങൾക്ക് വലിയ കാര്യം ഉണ്ടാവില്ല, കാരണം അത്ര വലിയ ക്ലിയർ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും കഴിച്ച് ഞാൻ ഡൽഹി എത്തട്ടെ. ഡൽഹി എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ നിർത്തണം. ഉച്ചയ്ക്ക് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, രാവിലത്തെ കഴിച്ചതാണ്. പിന്നെ രാത്രി കഴിക്കാമെന്ന് പറഞ്ഞ് കാത്തു നിന്നതാണ്. സംഭവം എല്ലാം വൈകിപ്പോയി ടൈം. ഓക്കെ, എന്താണെങ്കിലും കഴിച്ച് ഞാൻ ഡൽഹി എത്തിയിട്ട് ഞാൻ ഇനി ഗോപ്രോ ഓൺ ആക്കുള്ളൂ. ഞങ്ങളങ്ങനെ ഡൽഹി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഡൽഹി 27 കിലോമീറ്റർ. ഇപ്പോൾ സമയം കറക്റ്റ് 11:30. നമ്മളൊരു 12 മണിയാകുമ്പോഴത്തേനും കറക്റ്റ് റൂമിൻ്റെ സൈഡിലോട്ടെത്തും. പിന്നെ ഭയങ്കര ലേറ്റായി ഗൈസ്, ഉള്ളത് പറയാലോ. 9 മണിക്ക് എത്തണ്ട ഞങ്ങളാണ് 12 മണിയായി. സത്യം പറഞ്ഞപ്പോൾ ഫോഗ് ലാമ്പ് അല്ല, ഇതിൻ്റെ പാസ് ലൈറ്റായി മാറി. ഹൈവേയിൽ ചില വണ്ടിക്കാരുണ്ട്, വണ്ടി മാറി തരൂല. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുണ്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവനവിടെ നിന്ന് നിൽക്കുന്നിടത്ത് തന്നെ അനങ്ങൂല. നമ്മൾ വേറെ എന്തോ വലിയ വണ്ടി വരികയെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അവർക്കതില്ലല്ലോ.
ഇതൊരു കൊച്ചു വണ്ടിയാണ്. സീനാണ് ഗൈസ്. ഇങ്ങനെ ചില ഉടായ്പകൾ കാണിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. സത്യം ഗൈസ്, ജോലിക്കാരാണെങ്കിൽ വേഗം മാറി തരും ഈ സാധനം അടിച്ചു കഴിഞ്ഞാൽ. ഗൈസ് പുറത്ത് നല്ല തണുപ്പാട്ടോ. ഞങ്ങളെന്നാൽ അത് ബാധിക്കുന്നില്ല എന്ന് മാത്രമേ. അത് ഈ റൈഡിങ് ഗേഴ്സും ഉള്ളിൽ തെർമലും അതിൻ്റെ ഉള്ളിലുള്ള നോർമൽ ടീഷർട്ട് ഉണ്ട്. ടീഷർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതും തെർമൽ ടൈപ്പ് വരുന്ന ടീഷർട്ടാണ്, തണുപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതൊന്നും ഇട്ടതുകൊണ്ട് യാതൊരു കുലുക്കവും ഞങ്ങളുടെ ഭാഗത്തുനിന്നില്ല. പിന്നെ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഗ്ലൗ ഞാൻ എടുത്തത്, അതായത് മഴയത്തും വെയിലത്തും തണുപ്പത്തും ഒരേ പോലെ യൂസ് ചെയ്യാം. ഉള്ളിലേക്ക് തണുപ്പ് എന്ന് വേണ്ട സാധനം കയറില്ല. ആ ഒരു കാര്യത്തിൽ അടിപൊളിയാണ്. അതേപോലെ തന്നെ വാട്ടർ പ്രൂഫ്ഡാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ഗ്ലൗവിനുണ്ട്. സാധനം കൊള്ളാം ഗൈസ്. ഫസ്റ്റ് വാങ്ങിയ സമയത്ത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ഉള്ളതിൽ നിന്ന് മാറിയതുകൊണ്ട് എനിക്ക് യൂസിങ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും പറയില്ല, അടിപൊളിയാണ്. കാരണം നമ്മുടെ കയ്യിലേക്കൊന്ന് ഒന്ന് സെറ്റായി വരാണ്ടല്ലോ. ഇപ്പോൾ ഓക്കെയാണ്.